എൻ്റെ ഒരു ഐഷ. എവിടുന്നാ വരുന്നത്? കൊല്ലം ജില്ലയിൽ നിന്ന്. ശ്രീദുർഗ. എവിടുന്നാ വരുന്നത്? ട്രിവാൻഡ്രം. സ്റ്റീഫൻ, ആലപ്പുഴ. എൻ്റെ പേര് ഇലിയാസ്, ഞാൻ എറണാകുളത്ത് നിന്നാണ്. നിങ്ങൾക്ക് ഏത് ബാച്ചാണ് പഠിക്കുന്നത്? ഞാൻ സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. തേർഡ് ഇയർ. ടീച്ചിങ് ഒക്കെ നല്ലതാണ്. പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് നോക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്റ്റഡി ഒക്കെ ഉണ്ട്, രാവിലെ വൈകിട്ട് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിനിക്കിലും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ. പോസ്റ്റിംഗ് കിട്ടുന്നുണ്ടോ? ആ പോസ്റ്റിംഗ് ഉണ്ട്, 2 മാസം ഉണ്ട് പോസ്റ്റിംഗ്. ഹോസ്റ്റൽ ഫുഡ് എങ്ങനെയാണ് ഇവിടെ? ഹോസ്റ്റൽ കോളേജിന്റെ ഉള്ളിൽ തന്നെയാണ്, ഒരു കോമ്പൗണ്ടിലാണ് ഹോസ്റ്റൽ വരുന്നത്. പിന്നെ ഫുഡ് നോൺ വെജും ഉണ്ട് വെജും ഉണ്ട്. പിന്നെ കേരള റൈസിനെ പറ്റി മോശമായിട്ടൊന്നും പറയല് നല്ലതാണ്. ഹോസ്റ്റൽ നല്ലതാണ്. ഒരു ഷെയറിംഗ് റൂമാണ്, അതിൽ 5 പേര് അല്ലെങ്കിൽ 4 പേര് അങ്ങനെയാണ് ഒരു റൂമിൽ വരുന്നത്. കൺജഷൻ കാര്യങ്ങളൊന്നും ഇല്ല. തൊട്ടപ്പുറത്ത് തന്നെയാണ്. അവിടെ പ്രശ്നങ്ങളായിരുന്നില്ല. ഷെയറിംഗ് ആണ് വരുന്നത്. 4 ഷെയറിംഗിൽ 5 ഷെയറിംഗ് വരും. ഫുഡും ഇവരുടെ തന്നെ സെയിമാണ് വരുന്നത്. സെയിം ഫുഡ് തന്നെ നമുക്ക് അവിടെയും വരുന്നത്. വേറെ പ്രശ്നങ്ങളില്ല. ട്രാവൽ എങ്ങനെയാണ്? ട്രാവല് ഇപ്പം ഇവിടുന്ന് നിയറസ്റ്റ് ടൗൺ ആത്തൂരുണ്ട്. ഒരു 50 മിനിറ്റ്സ്. നാട്ടിൽ പോകുന്ന ടൈം ആകുമ്പോൾ ഇവർ തന്നെ നമുക്ക് ബസ് അറേഞ്ച് ചെയ്യും, നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. അപ്പോൾ അതൊരു പ്രശ്നമല്ല, ഇവിടെ ട്രാവൽ ഒരു പ്രശ്നമല്ല. റിസൾട്ട് എങ്ങനെയുണ്ട്? നല്ല റിസൾട്ടാണ്. ഫസ്റ്റ് നോക്കി കോളേജിലാണോ ചൂസ് ചെയ്തത്? കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷനും കാര്യങ്ങളും തന്നെ. പിന്നെ പോസ്റ്റിംഗ് ഒക്കെ 2 മാസം കറക്റ്റ് കിട്ടുന്ന നിർത്തിയിട്ടുണ്ടല്ലോ. ഒരുപാട് നമ്മൾ നാട്ടിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ പോസ്റ്റിംഗ് കാര്യങ്ങൾ നല്ലപോലെ കിട്ടുന്നുണ്ട്. പേഷ്യൻസിനെ ആയാലും ഫീസ് നോർമൽ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെ. സ്പ്ലിറ്റ് അടയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ലോൺ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. സേഫാണ്. ആക്ച്വലി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിച്ചെടുക്കും നമ്മളെ. ക്യാമ്പസ് ഹൈജീൻ ആണ്, ഹോസ്റ്റൽ ഹൈജീൻ ആണ്. അത് തന്നെ. അക്കാഡമിക്സ് കൂടാതെ ബാക്കിയുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ് അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ. ഇപ്പൊ സ്പോർട്സ് ഡേ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ. ഇപ്പൊ ഗെയിംസ് കാര്യങ്ങള് ആർട്സ് കാര്യങ്ങള്, പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. ഒരു ബോറിംഗ് ക്യാമ്പസ് അല്ല. സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സ്പോർട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. സ്പോർട്സ് ഞങ്ങൾക്ക് 5 ഡേയ്സ് പറഞ്ഞു. ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 5 ഡേയ്സ് ആണ്. യെസ്റ്റർഡേ വോളിബോൾ കഴിഞ്ഞു. പിന്നെ ഗേൾസിന്റെ കുറച്ച് ആക്ടിവിറ്റീസ്, ഇൻഡിവിജ്വൽ ഐറ്റംസ് കഴിഞ്ഞു. ഇന്ന് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഫുട്ബോള്, ത്രോ ബോള്, അങ്ങനെയുള്ള ചില ഗ്രൂപ്പ് ഐറ്റംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആക്ടിവിറ്റീസ് ഉണ്ട്. ക്യാമ്പസ് ആക്ടിവിറ്റീസ് നല്ലോണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഫെസ്റ്റുകൾ, മീൻസ് ഫുഡ് ഫെസ്റ്റ്, അങ്ങനെ ഓരോ സ്പെഷ്യൽ ഡേയ്സിൽ അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഫെസ്റ്റുകളും അവർ ട്രൈ ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്ത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ബാച്ച് തിരിച്ചിട്ട് ബാച്ചായിട്ടാണ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇൻബിൽഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്യാമ്പസ് കുറച്ച് കളർഫുൾ ആണ്, പ്രോഗ്രാംസ് ഉണ്ട്, പഠനം മാത്രമല്ല വരുന്നത്. ഓക്കെ.